ഓക്കെ, അപ്പം നമ്മുടെ 10:30 ഈവനിങ് അല്ല നൈറ്റ് ലൈവിന് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ ലൈവ് അടിപൊളിയായിട്ട് പോയി. കുറേ പേർക്ക് കെമിസ്ട്രി ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കാനും പറ്റി. അവസാനം എന്താണ് നമ്മുടെ ഈ ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ മോട്ടിവേഷനൊക്കെ ചെയ്ത് മോട്ടിവേറ്റഡായി എന്ന് കുറേ പേര് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ സീരീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനത്തെ രാത്രിയൊക്കെ ഇരുന്ന് സാധാരണ മനുഷ്യൻ പോലെ സംസാരിക്കുന്ന സീരീസ് യൂട്യൂബ് സ്റ്റൈൽ അല്ലാണ്ട് സാധാരണ മനുഷ്യന്മാരെ സംസാരിക്കുന്ന സ്റ്റൈലൊക്കെ താല്പര്യമാണ്, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈവ് ചാറ്റിലൊക്കെ പറയുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പരിപാടി നിർത്തുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പം ഇന്നത്തെ കാര്യത്തിലേക്ക് വേഗം കിടക്കാം. അതിൻ്റെ മുമ്പ് മാത്സിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 മണി വരെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നാളെ വീണ്ടും 9 മണിക്ക് മീറ്റ് ചെയ്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ മാരത്തോൺ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കുറേ പേടിപ്പിക്കുന്നില്ല. അത് അലൻസാറെ നോക്കിക്കോളും. നിങ്ങൾ അലൻസാറെ ക്ലാസ്സിൽ ഇരുന്നാൽ ആ പരിപാടിയൊക്കെ നടന്നോളും. മാത്സിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നോളും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ സംസാരിക്കണം. നമ്മൾ അതിനെല്ലാം അവിടെ കൂടിയിരിക്കുന്നത് അല്ലേ. അപ്പം ഇന്ന് ഈ ഒരു 10 മിനിറ്റ് മാക്സിമം നിങ്ങളൊരു 10 മിനിറ്റ് സമയം എടുക്കാം. ആ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ചെറിയൊരു കഥ പറയാം. ചെറിയൊരു കഥ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഗിറ്റാറൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പാട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വെക്കാം. അപ്പം കഥ വളരെ സിമ്പിളാണ്. എൻ്റെ ലൈഫിൽ നടന്ന എനിക്ക് സംഭവിച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കഥ കേൾക്കാനൊക്കെ റെഡി ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം, ഒരു തംസപ്പ് ഒക്കെ ഇടാം. നമുക്ക് എന്താ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഭക്ഷണം ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോ. നമുക്ക് 2 മിനിറ്റ് ഞാൻ ചാറ്റിൽ ആൻസേഴ്സ് പറയാം. നിങ്ങൾ സിബ്ലിങ്സ് ആണോ? എന്താ തോന്നുന്നത് കണ്ടിട്ട്? നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് തന്നെയാണ് ആൻസർ കേട്ടോ. ഒബ്വിയസ്ലി രാത്രി 10:30 ഒരു വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ സിബ്ലിങ്സ് ആയിരിക്കും. ശരി, അപ്പോൾ സിബ്ലിങ്സ് ആണ്. ഇനി ആരാണ് മൂത്തതെന്നുള്ള കാര്യം നിങ്ങൾ ഗസ് ചെയ്യാം ലൈവ് ചാറ്റിൽ. എനിവേ, അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ അലക്സാറ് ഗിറ്റാറൊക്കെ വായിക്കും, അലൻസാറും ഗിറ്റാർ വായിക്കും, ഞങ്ങൾ രണ്ടും അടിപൊളിയായിട്ട് ഗിറ്റാറൊക്കെ വായിക്കും. ഓക്കെ, അപ്പം ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് +1 ഓക്കെ, നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങളുടെ പ്രായത്തിൽ +1 സമയത്ത് ഞാനിതുപോലെ ഗിറ്റാറൊക്കെ അത്യാവശ്യം പഠിച്ചിങ്ങനെ വരുന്ന സമയമായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് വായിച്ചു വരുന്ന സമയമായിരുന്നു. എന്നിട്ട് സ്കൂളിലൊക്കെ എല്ലാ കോമ്പറ്റീഷനും ഇങ്ങനെ പങ്കെടുക്കുകയും ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് പ്രൈസൊക്കെ അടിക്കുകയും ചെയ്യും. മിക്ക സമയത്തും ഫസ്റ്റ് പ്രൈസ് തന്നെ വാങ്ങാം. അപ്പോൾ അങ്ങനെ +1 എത്തിയപ്പം നമ്മൾ സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ വെച്ചു, ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അപ്പം ടീച്ചേഴ്സ് എല്ലാവരും കൂടി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇതുപോലെ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, സ്റ്റേറ്റ് കലോത്സവം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്ട്രിക്ട് കലോത്സവത്തിന് ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലാണല്ലോ കോമ്പീറ്റ് ചെയ്യുമ്പോൾ. ഇന്ന് ഡിസ്ട്രിക്ട് ലെവലിൽ പോയി. കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിനായിരുന്നു നമ്മൾ മലബാർ റീജിയനിലായിരുന്നു പോയത്. എന്നിട്ട് നല്ല സിമ്പിളായിട്ട് ഫസ്റ്റൊക്കെ അടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ സ്റ്റേറ്റ് ലെവലിന് പോയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ പോയി ഫുൾ കോൺഫിഡൻസ്. അലൻസാർ ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലൻസാർ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടായിരുന്നു ഒരാൾ സ്റ്റേറ്റ് ലെവലിൽ പോകുന്നത് ആ വർഷം. ആദ്യമായിട്ടായിരുന്നു ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ വന്നത്. മറ്റേ മാർഗംകളി, മറ്റേ ഡാൻസ്, അങ്ങനത്തെ അതൊക്കെ എല്ലാവരും ഉണ്ട്. ഗ്രൂപ്പ് ഇവന്റ്സിന് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻഡിവിജ്വൽ പരിപാടിക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പോകുന്നത്. ഭയങ്കര അങ്ങനെ ഒളിമ്പിക്സിന് വിടുന്ന പോലെ എന്നെ എല്ലാവരും കയറ്റി വിട്ടു. ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് 30 പേര് കോമ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഗിറ്റാറിൽ. സ്റ്റേറ്റ് ലെവലായിരുന്നു. ഓരോ ഡിസ്ട്രിക്റ്റിലെ ചാമ്പ്യന്മാരായിരുന്നു അവിടെ. ഓരോ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റും സെക്കൻഡും ആയവരാണ് അവരൊക്കെ. എന്നിട്ട് 30 ആൾക്കാരുണ്ടായിരുന്നു. അലക്സാർ എത്രയായി പറ? അലക്സാർ എത്രാമത്തെ ആളെ? 30 ആൾക്കാരുണ്ടായിരുന്നു. അലക്സാർ എത്രാമത്തെ ആളാണ്? നിങ്ങൾ ചാറ്റിൽ പറയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഫുൾ പവർ. അടിപൊളി, സൂപ്പർ. ഫസ്റ്റ് എന്നൊക്കെ. എന്നാൽ സത്യം പറയാം, 26ാമത്തെ പൊസിഷനാണ്. 26th പൊസിഷനാണ് ഈ 30 ആൾക്കാരിൽ കിട്ടിയത്. ഓക്കെ, അങ്ങനെ 26th പൊസിഷൻ കിട്ടി. നമ്മളെന്താണ് ഫുൾ ഹംബിൾഡായി. 26 എന്നൊക്കെ വെറുതെ ഓക്കെ, ഞാൻ എൻ്റെ പ്രായം പറയുന്നു. അപ്പം അങ്ങനെ 26 ഒക്കെ ആയി. നല്ല അടിപൊളിയായിട്ട് പൊട്ടി. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറയൂലേ, ഇവരിങ്ങനെ പറയും, ഒരു പ്രത്യേക മൂഞ്ചി എന്ന് പറയും. അങ്ങനെയൊക്കെ ആയി. എന്നിട്ട് അപ്പോൾ പിന്നെ ഈ ഈഗോ കോൺഫിഡൻസ് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, എല്ലാം ഷാറ്റേർഡ് ആയിപ്പോയി. അപ്പം നാച്ചുറലി ഞാൻ പരിപാടി ഈ കോമ്പറ്റീഷനൊക്കെ പോകുന്ന പരിപാടി നിർത്താമെന്ന് വിചാരിച്ചു. എങ്കിലും എന്താണ്, നമുക്കൊരു ഉള്ളിലൊരു ഫീലിംഗ്, ഓക്കെ എന്നെക്കൊണ്ട് പറ്റും, ഓക്കെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല കഷ്ടപ്പെട്ടാൽ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയം എന്താണ്, നമ്മൾ വിചാരിച്ചെന്താണ്, ആ സംശയം കൂടി തീർത്തേക്കാം. എന്നിട്ട് 1 വർഷം
കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, പഠിത്തവും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. +2 ആയിരുന്നു. അപ്പോൾ നന്നായി സീരിയസ് ആയിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിക്കുന്ന ആളുമായിരുന്നു ഞങ്ങളൊക്കെ. അപ്പം പഠിത്തം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതേസമയം എന്താണ്, വൈകുന്നേരമൊക്കെ കുത്തിയിരുന്ന് 2 മണിക്കൂറൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും, ഗിറ്റാർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ശരിക്കും സംഭവിക്കും. കുറേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും ഗിറ്റാർ വായിക്കുന്നവർക്കറിയാം, കുറേ കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഇതൊക്കെ മെല്ലെ മെല്ലെ ഇതായി വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രാക്ടീസൊക്കെ ചെയ്തു. എന്നിട്ട് ഏറ്റവും കോമഡി എന്താ പറയുക, എന്നിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് ഭയങ്കര പോയി. എന്നിട്ട് അതുപോലെ സ്കൂളിലും ഫസ്റ്റ് അടിച്ചു, വീണ്ടും വലിയ സംശയമൊന്നുമില്ല. ഇല്ല, ഡിസ്ട്രിക്റ്റിൽ പോയപ്പോൾ അതിന് മുൻപത്തെ വർഷം ഡിസ്ട്രിക്റ്റിൽ എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഓബ്വിയസ്ലി ഇത്രയും പ്രാക്ടീസ് ഒക്കെ ചെയ്തല്ലേ, ഡിസ്ട്രിക്റ്റിൽ സെയിം ആൾക്കാരെ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് അടിച്ചില്ല, സെക്കൻഡ് അടിച്ചിട്ടുള്ളൂ. ജസ്റ്റ് സെക്കൻഡ് അടിച്ച് അപ്പോഴത്തേക്കും ഉള്ള കോൺഫിഡൻസ് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ വർഷം ഒരു വർഷം മുൻപ് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് അടിച്ചിട്ടാണ് പോയത്. എന്നിട്ട് ഒരു വർഷം കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഭയങ്കര ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഡിസ്ട്രിക്റ്റിന് പോയപ്പോൾ എന്താണ്, വീണ്ടും സെക്കൻഡായി. ഓക്കെ, പക്ഷെ ആ ഒരു സെക്കൻഡ് ആയതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി. സംഭവം നമുക്ക് മനസ്സിലായി, ഇതൊന്നും പോരാ, കുറച്ച് നല്ലോണം കഷ്ടപ്പെടണം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് വിട്ടുകൊടുക്കായിരുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഡിസ്ട്രിക്റ്റിൽ വരെ സെക്കൻഡ് കിട്ടിയെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് പോയിട്ട് എന്താ കാര്യം എന്ന് വേണം ആലോചിച്ച് എന്താണ് പരിപാടി നിർത്തായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ടൈപ്പ് അല്ലായിരുന്നു. ഓക്കെ, നമ്മൾ ചാവുന്ന വരെ എന്താണ് ഇങ്ങനെ പോരാടുന്ന ഒരു ടൈപ്പാണ് ഞാനൊക്കെ. ഓക്കെ, അപ്പം നിങ്ങളിലും പലരും അങ്ങനെ ആയിരിക്കും, പക്ഷേ അത് നിങ്ങൾ ഡിസ്കവർ ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ്, ഓക്കെ ശരി, ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡായി, കുഴപ്പമില്ല, എന്തായാലും ഒരു കാര്യം ചെയ്യാം. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ 2 മാസം ഒന്നും ഉണ്ടായിരുന്നു. ആ സമയം വരെ ഞാൻ ചത്ത പോലെ, ഓക്കെ, ചാവുന്ന വരെ എന്താണ് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ഞാൻ ചെയ്യും. ഓക്കെ, അതിൽ ഞാൻ കുറേ ചിന്തിക്കുകയൊന്നുമില്ല, മണ്ടനെ പോലെ ഇങ്ങനെ കുത്തിയിരുന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തു. 3 മണിക്കൂർ 4 മണിക്കൂർ മണ്ടനെ പോലെ. ഓക്കെ, ഒന്നും ചിന്തിച്ചില്ല, ഫസ്റ്റ് അടിക്കോ സെക്കൻഡ് അടിക്കോ ഒന്നും എനിക്ക് അറിയണ്ട, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും എന്ന് പ്രാക്ടീസ് ചെയ്തു. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് പോയി. അന്ന് എനിക്ക് തോന്നുന്നു 40 എത്രയോ പേരുണ്ടായിരുന്നു. അന്ന് 40 എത്രയോ പേരുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്ന കേരളത്തിലെ ഫസ്റ്റ് പ്രൈസ്. ഒന്നുമില്ല, ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ചാമ്പ്യൻ എന്നുള്ള ഒരു മെഡൽ അതിൽ പേരിലൊന്നുമില്ല, ഫസ്റ്റ് പ്രൈസുള്ള മെഡലും സർട്ടിഫിക്കറ്റും. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭയങ്കര സ്റ്റേറ്റ് ചാമ്പ്യനാണ് എന്നൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഓക്കെ, കുറച്ചൊക്കെ അതാണ്, പക്ഷേ അത് ഉള്ളിൽ കൂടി കുത്തി കയറ്റുന്നേ ഉള്ളൂ. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ പലരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ അവസാന നിമിഷമൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചാലും എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് വിചാരിക്കുന്നവരുടെ ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, അവസാന നിമിഷവും നിങ്ങൾ ചാവുന്ന പോലെ, ഓക്കെ, ചാവുന്ന പോലെ പഠിക്കുകയാണെങ്കിൽ, ഓക്കെ, ജസ്റ്റ് ചാവാൻ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു വാശിയില്ല, ആ വാശി വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ, ഒരു മണ്ടനെ പോലെ പഠിക്കുകയാണെങ്കിൽ, കുറേ ചിന്തിക്കുകയൊന്നും വേണ്ട, മാർക്ക് കിട്ടുമോ അത് വരുമോ, ചിന്തിക്കൊന്നും വേണ്ട. നിങ്ങൾക്കുള്ള സമയം നിങ്ങൾ മാക്സിമം ഉപയോഗിച്ചിട്ട് മാക്സിമം കൊടുക്കുക. ഓക്കെ, ഫോർമുല 1 കാറിൻ്റെ അലൻ സാറ് പറഞ്ഞിരും അല്ലേ, ഫോർമുല 1 കാറിൻ്റെ ക്രാന്ന് പറഞ്ഞ് ചവിട്ടി ഫുൾ ത്രോട്ടിലടിക്കും. അതുപോലെ നിങ്ങളൊരു മണ്ടനെ പോലെ ഈ അവസാന നിമിഷം വർക്ക് ചെയ്യുക. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ആണ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്ക് ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡാണ് കിട്ടിയത്, സ്റ്റേറ്റിൽ ഫസ്റ്റും. ആ കോമഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നോക്കിക്കോ, മോഡൽ എക്സാമിൽ ഫസ്റ്റ് റാങ്കൊക്കെ അടിച്ച് ഭയങ്കര മാർക്ക് വന്നവർ അവരെ വരെ പൊട്ടിച്ച് നിങ്ങൾ കയറും. മനസ്സിലാകുന്നുണ്ടോ? അവരെ വരെ ടോപ്പേഴ്സായ അവരെ വരെ പൊട്ടിച്ച് നിങ്ങൾ ഫസ്റ്റ് അടിക്കും. പക്ഷെ അതിനെന്ത് വേണം? അതിന് അയ്യോ ഇങ്ങനെ മറന്നു പോകുന്നു സാർ, ക്ലാസ് കണ്ടിട്ട് മറന്നു പോകുന്നു, മാരത്തോൺ ക്ലാസ് കണ്ടിട്ട് മറന്നു പോകുന്നു, ഇതൊക്കെ ഓർമ്മയുണ്ടാവുമോ, ഇതുകൊണ്ടൊക്കെ കാര്യം ഉണ്ടാവുമോ സാർ, ഈ ക്ലാസ് കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടുമോ? വർക്ക് ചെയ്യില്ല. ആ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ തീരുമാനിക്കണം, എനിക്കുള്ള സമയം മൊത്തം ഞാൻ വർക്ക് ചെയ്യും. ഇനിയുള്ള മാത്സ് എക്സാം ആണ് മറ്റന്നാൾ. ഓക്കെ, ഇന്ന് രാത്രി എനിക്ക് പറ്റുന്നവരെ എന്നെക്കൊണ്ട് ഉറങ്ങാതെ ചെയ്യല്ല പറഞ്ഞാൽ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക. 1 മണി വരെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1 മണി വരെ ഒന്ന് പഠിക്കും. അല്ലെ വേണ്ട, നിങ്ങൾ 11 മണി വരെ പഠിച്ച് ഉറങ്ങി, നാളെ രാവിലെ 6 മണിക്ക് എനിക്കും എന്നിട്ട് പഠിക്കും. രാവിലെ 6 മണി മുതൽ 9 മണി ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഇരുന്ന് പഠിക്കും. അതിൻ്റെ ഇടയിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുക, ബാക്കി ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ അലൻ സാറിൻ്റെ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് രാത്രി 9 മണി വരെ ഉണ്ട്, അവിടെ കുത്തിയിരുന്ന് പഠിക്കും. നിങ്ങൾ വർക്ക് ചെയ്ത് നോക്ക്. വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞു, എന്നെ തെറി വിളിച്ചോ. പക്ഷെ വർക്ക് ചെയ്തിട്ട് കിട്ടിയാണ്ടല്ലോ, എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, പക്ഷെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, വേറെ തന്നെ ഫീലിംഗ് ആയിരിക്കും. അത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയാലും നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കിയ റിസൾട്ടിന് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട്
നമുക്ക് ഗിറ്റാർ വായിക്കാം. ഓക്കെ, അപ്പം കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി സ്റ്റേറ്റ് ചാമ്പ്യനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് 7-8 വർഷം മുൻപായിരുന്നു. അതിനുശേഷം ഞാൻ ഗിറ്റാർ പ്രോപ്പറായിട്ട് കുറച്ച് കോളേജിലൊക്കെ കുറച്ച് അത്യാവശ്യം വായിച്ചു എന്നല്ലാണ്ട് അതിനുശേഷം ഗിറ്റാർ സമയം കിട്ടിയില്ല. കാരണം ഫിസിക്സ് പഠിപ്പിക്കാനും എക്സാമിൻ്റെ ആപ്പ് നമ്മൾ സെറ്റപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് കുറേ വർഷങ്ങളെടുത്തു, കുറേ എഫേർട്ടായിരുന്നു. അത് അന്ന് സ്റ്റേറ്റ് ചാമ്പ്യന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെയൊന്നും അല്ലായിരുന്നു. അതിലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ടും ഒക്കെ എടുത്തിട്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിനിടയിൽ ഈ പരിപാടിയൊക്കെ നമ്മൾ മറന്നുപോയി. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു രസത്തിന് വേണ്ടി നമ്മൾ വായിക്കുന്നതായിരിക്കും. പിന്നെ എക്സാമിനറിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എക്സാമിനറുടെ കഥ ഇതിലും അടിപൊളിയാണ്, ഇതിലും കോമഡി. നിങ്ങൾക്ക് എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ പകുതി കോമഡിയാണ് അല്ലേ. കാരണം സെക്കൻഡ് ഡിസ്ട്രിക്റ്റിൽ ഇത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. എക്സാമിനറുടെ കഥയിൽ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പം എക്സാമിനറിൻ്റെ സ്റ്റോറി ഓഫ് എക്സാമിനർ, ഹൗ ഇറ്റ് വാസ് ബിൽഡ് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഫുൾ സ്മാർട്ട് ബോർഡൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഭയങ്കര അലക്സ് സാർ ഹോ എന്നൊക്കെ പറയുന്നു. അവർക്ക് എല്ലാ ഫിസിക്സും ഒക്കെ അലക്സ് സാറിന് പെട്ടെന്ന് അറിയാം, മാത്സ് ഒക്കെ അലക്സ് സാർ പല ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ റിയൽ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ചാറ്റിൽ പറയാം. ഇപ്പോൾ പറയില്ല, പിന്നീട് ഒരു ലൈവിൽ നിങ്ങളുടെ എക്സാം കഴിയുന്നതിന് മുൻപ് നമുക്ക് പറയാൻ നോക്കാം. ഓക്കെ, എനിവേ ഇന്ന് വായിക്കാൻ പോകുന്ന പാട്ട് നിങ്ങൾ 2-3 ഞാൻ പോളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. പക്ഷേ അവർ പറഞ്ഞത് മെഹബൂബ വായിക്കാനാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മെഹബൂബ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല ആ പാട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അത് പിന്നീടൊരു ദിവസമാവാം. അതിൽ മറ്റേ 2 സോങ്ങിൽ ഞാൻ തൽക്കാലം നമ്മുടെ ഹൃദയത്തിലെ പാട്ട് വായിക്കാം. അപ്പോൾ ഹൃദയം കണ്ട് ഇൻസ്പയർഡായ എല്ലാ ലവ് ബേർഡ്സിനും ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് വെറുതെ വായിക്കാം കേട്ടോ. ഭയങ്കര സംഭവമായിട്ടൊന്നും വായിക്കാൻ ഇപ്പോൾ പറ്റില്ല, വയസ്സായി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4. അത്രേ ഉള്ളൂ, തൽക്കാലം അത്ര മതി. ബാക്കി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം 2000 പേര് കാണുന്നൊക്കെ ഉണ്ട്, അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ റെഡി ആവില്ല എന്ന് പറയുന്നവരൊക്കെ ലാസ്റ്റ് മിനിറ്റ് അലൻ സാർ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നു, 10 മണി അലൻ സാർ ക്ലാസ് കഴിഞ്ഞ് വന്നു. അലൻ സാർ ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഗിറ്റാർ എടുത്ത് ഏതാ പാട്ട് വായിക്കാൻ പോകുന്നത്? ഉണക്കമുന്തിരിൻ്റെ സംഭവങ്ങൾ കോഡ്സ് എങ്ങനെ? ഞാൻ പറഞ്ഞു അത് വായിച്ചാൽ മതി. ഓക്കെ, നമ്മൾ മൈക്കൊക്കെ ഇടയ്ക്കൊന്ന് മാറ്റാനൊക്കെ നോക്കി, അതൊന്നും നടന്നില്ല. സൂപ്പർ മൈക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാറ്റാനൊക്കെ നോക്കി, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പം ആ അവസാന നിമിഷം നടന്ന കാര്യമാണ്. പക്ഷെ അവസാന നിമിഷം നടന്നിട്ട് വലിയ കുഴപ്പമൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. അവസാന നിമിഷം അവിടെയാണ്. അപ്പം നിങ്ങളെ കൊണ്ടും പറ്റും എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു ഫയർ ഉണ്ടാക്കിയെടുക്കാം. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മോനെ ആക്കുകയാണ് പഠിക്കുന്നു പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന എൻ്റെ ലൈഫ് വെച്ച് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ചെയ്യാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാത്സ് എക്സാം മാത്രമല്ല ഇനിയുള്ള ലൈഫിലും ഇതൊക്കെ നടക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് എന്ത് ഫീൽഡിലാണ്, നിങ്ങൾക്കൊരു കോളേജിലെത്തണം, അല്ലെ നീറ്റോ കീമോ എന്ന് പറഞ്ഞ എൻട്രൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം, അല്ലെ വേറെ എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് വേണ്ടത്, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഭയങ്കര പൈസക്കാരനാവണം, എന്നാണേലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് വിചാരിച്ചാൽ, നിങ്ങൾ വർക്ക് ചെയ്താൽ അവിടേക്ക് എത്താൻ പറ്റും. ഓക്കെ, വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴാണ് എത്താമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയത് ഞാൻ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് ആയതിനു ശേഷമാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് എപ്പോഴാണ് ഞാൻ സക്സസ്ഫുൾ ആവുന്നത്. പക്ഷേ സക്സസ്ഫുൾ ആവും നെവർതലെസ്. അപ്പം ബി പേഷ്യൻറ്റ്. അത് നടക്കും, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നടക്കും. പക്ഷേ പേഷ്യൻ്റ് ആയിരിക്കണം. എപ്പോഴാണ് നടക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവസാനം വരെ കുഴി ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴാണ് ഗോൾഡ് കിട്ടുക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കുഴി കുഴിച്ച് അടുത്ത കുഴി കുഴിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് കുഴിച്ച് നോക്കാനുള്ളൊരു മനസ്സ് കാണിച്ച് ചിലപ്പം നിധി അവിടെ കിടപ്പുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ശരി, അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ 9 മണിക്ക് നമ്മൾ കാണും. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലേ? പിന്നെ 2-3 കാര്യങ്ങൾ ചാറ്റിൽ ചോദിക്കുന്നുണ്ട്.
മറ്റേ കമന്റ്സ് ഒരു നമ്മൾ അടിപൊളി കമന്റിനെ സെലക്ട് ചെയ്തിട്ട് അതും ഗിവ് അവേ ഗിവ് അവേ ഒക്കെ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഈ ആഴ്ച തന്നെ എക്സാമിൽ തിരക്കൊക്കെ അല്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് 300K ഗിവ് അവേ ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ചെയ്യാം. പിന്നെ അത് എന്താന്ന് പറയാം. പിന്നെന്താണ്, പിന്നെ സ്കൂട്ടറിന്റെ ലൈവില് കൊണ്ടുവരുന്ന ഞാൻ പോയിട്ട് 95% യെസ് പറഞ്ഞു. പേരൻസിനെയും സ്കൂട്ടറിനൊക്കെ, സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പട്ടിക്കുട്ടിയാണ്, സ്കൂട്ടർ അല്ല വണ്ടിയല്ല കേട്ടോ, അത് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ട് പട്ടി. ഓക്കെ, അവരൊക്കെ കൊണ്ടുവരാൻ നമുക്ക് ആലോചിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈം ആവട്ടെ. എനിവേ നമ്മൾ നാളെയും ഇതുപോലെ മീറ്റ് ചെയ്യും. നാളെ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓരോ ദിവസം ഓരോ തീമാക്കി. ഇന്ന് പാട്ട്, ഇന്നലെ നമ്മൾ വെറുതെ ഇൻട്രൊഡക്ടറി. നാളെ വേണേ സ്കൂട്ടറിനെ നോക്കാം. അപ്പോൾ എനിവേ ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ. ബൈ ബൈ.